അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, സങ്കീർത്തനങ്ങൾ 31:5. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. ആണ്ടുകളേറെ കഴിഞ്ഞാലും ചില മനുഷ്യർ അവരെ കെണിയിൽ വീഴ്ത്തിയ, ചതിച്ച, പറ്റിച്ച, സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിർത്തി അവഹേളിച്ച, ഒറ്റപ്പെടുത്തിയ, കുറ്റം പറഞ്ഞ, വിധിച്ച ചിലരെ മറക്കില്ല, എടുത്തു പറയും. വലിയ നവീകരണത്തിൽ വന്നവർ പോലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നടന്നു പോകുന്നവരാണെങ്കിൽ കൂടി ചിലപ്പോഴൊക്കെ അവർ പറയും, എന്നെ വർഷങ്ങൾക്ക് മുൻപ് പള്ളിയിൽ വെച്ച് എന്നെ ആ അച്ഛൻ അവഹേളിച്ചു, അല്ലെങ്കിൽ ഇന്ന വ്യക്തി എന്നെ ദ്രോഹിച്ചു എന്ന് പേരെടുത്ത് കാലം വെളിപ്പെടുത്തി എത്ര വിശുദ്ധിയിലേക്ക് വളർന്നു എന്ന് പറയുന്നവരാണെങ്കിൽ കൂടി ചിലപ്പോഴൊക്കെ അങ്ങനെ ഓർത്തെടുത്ത് ജീവിതത്തിൽ അധപ്പതനത്തിൻ്റെ നാളുകളിൽ തന്നെ നിഷ്ഠൂരമായി വിധിച്ച, തള്ളിപ്പറഞ്ഞ, ചതിച്ച അവരൊക്കെ എടുത്തു പറഞ്ഞ് ഖേദവും ദുഃഖവും പ്രകടിപ്പിക്കാറുണ്ട്. ഇവിടെ സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നോട് അവിടുന്ന് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പാലിച്ച, ദൈവതൃക്കരങ്ങളിൽ ആശ്രയിച്ച് അനുതാപത്തോടെ തിരിച്ചു വന്നവനെ വിശ്വസ്തനായ ദൈവം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ വാത്സല്യത്തിൻ്റെ, ചേർത്തുപിടിക്കലിൻ്റെ, നീയും ഞാനും ആ അഭേദ്യമായ രക്ഷാകരമായ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, നീ എന്നിലേക്ക് പുനരയിക്കപ്പെട്ടിരിക്കുന്നത് രക്ഷാകരമാണ് എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ സ്വരത്തെ, ദൈവത്തിൻ്റെ വാത്സല്യത്തെ എന്നോർത്തിരിക്കും. സംഗീതത്തിനത് വിളിച്ചു പറയാണ്, കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, തള്ളിക്കളഞ്ഞ്, ദൂരെ എറിഞ്ഞ്, ഇരുട്ടിൽ തള്ളി കളയാമായിരുന്ന ഒരു ദുർസ്ഥിതിയിലേക്ക്, ജഡലോകത്തിലേക്ക് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൈക്കൊണ്ട ദൈവം ഏറെ വാഴ്ത്തി ഉയർത്തി പ്രതിഷ്ഠിച്ച രാജാവെന്ന നിലയിൽ തന്നെ കിരീടം ചാർത്തി ചെങ്കോൽ തന്ന് ഇസ്രായേലിൻ്റെ രാജാവായി വാഴിച്ച ദൈവത്തിനെതിരായി പാപം ചെയ്തവനെ രക്ഷിച്ച ദൈവത്തെ, കർത്താവേ, എൻ്റെ വിശ്വസ്തനായ ദൈവമേ, അങ്ങനെ രക്ഷിച്ചു എന്ന് ഏറ്റുപറഞ്ഞ സങ്കീർത്തകൻ്റെ മനസ്സ് നമ്മുടെ ഏത് പടുകുഴിയിൽ നിൽക്കുമ്പോഴും, ഇന്നിൻ്റെ സമ്പദ് സ്ഥിതിയിൽ ആഹ്ലാദിക്കുമ്പോഴും, നേട്ടങ്ങളിൽ അഭിമാനപൂർവ്വം നെഞ്ചുവിരിച്ച് നിൽക്കുമ്പോഴും ഓർക്കണം, ദൈവമാണ് എന്നോട് വിശ്വസ്തത പുലർത്തിയത്. ആ വിശ്വസ്തത പുലർത്തിയ ദൈവം എന്നെ രക്ഷിച്ചു എന്നേറ്റു പറയാൻ സാധിച്ചാൽ അതിൽ കവിഞ്ഞൊരു സ്തുതിപ്പ് വേറെ ഈ അധരങ്ങൾക്ക് ഇല്ല, ഹൃദയത്തിൽ നിന്ന് ഒഴുകാൻ മറ്റൊരു സ്തുതിപ്പില്ല എന്നോർത്തിരിക്കുക എളിമയോടെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.